പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മറിച്ചാണ്. കഠിന വ്രതത്തിനു ശേഷം മല കയറുന്ന ഭക്തന്റെ ക്ഷമയെ, ആത്മനിയന്ത്രണത്തെ പരീക്ഷിക്കാൻ നിരവധി പരീക്ഷണങ്ങളാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. അരവണക്ഷാമമാണ് അതിൽ പ്രധാനം. അരവണ എന്നത് ഒരു യഥാർത്ഥ ഭക്തനെ സംബന്ധിച്ച് വെറും ഒരു ശർക്കര പായസം മാത്രമല്ല, അവന്റെ ആത്മാവിന് മധുരം പകരുന്ന അയ്യപ്പന്റെ പ്രസാദമാണ്. ഈ തീർത്ഥാടനത്തിലെ ഏറ്റവും വലിയ പുണ്യം കൂടിയാണ് അത് നിഷേധിക്കുന്നത് ഒരു ഭക്തനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയും. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശബരിമലയിൽ ഭക്തർ അക്രമാസക്തരായേക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. അത്രമാത്രമാണ് അധികൃതരുടെ അനാസ്ഥയും അവഗണനയും. ഈ വിഷയമാണ് നിങ്ങൾ പറയുന്നത് ചർച്ച ചെയ്യുന്നത്. ശബരിമല തീർത്ഥാടനത്തിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി ദേവസ്വം ബോർഡ് മാത്രമാണോ? ഈ ചോദ്യമാണ് ഇന്ന് നിങ്ങൾ പറയൂ ചോദിക്കുന്നത്. അതേ എന്നാണ് ഉത്തരമെങ്കിൽ സേ എ എന്നും, അല്ല എന്നാണ് ഉത്തരമെങ്കിൽ സേ ബി എന്നും SMS ചെയ്യുക. ഇന്ത്യയിൽ നിന്നുള്ള SMS നമ്പർ 56776. ഐഡിയ, BSNL, റിലയൻസ്, ടാറ്റ, എയർടെൽ എന്നിവയിൽ നിന്നും SMS അയക്കാവുന്നതാണ്. ഫോണിൽ തത്സമയം പ്രതികരിക്കാൻ ഇപ്പോൾ മുതൽ 8 മണി വരെ വിളിക്കുക. നമ്പർ 0478661020. നിങ്ങൾ പറയൂ, ഇവിടെ തുടങ്ങുന്നു. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുൻ ദേവസ്വം ബോർഡ് ചെയർമാൻ ജി രാമൻ നായരും ശബരിമല തന്ത്രി കുടുംബാംഗം രാഹുൽ ഈശ്വരും നമ്മളോടൊപ്പം ചേരുന്നു. കൂടാതെ റാന്നി MLA രാജു എബ്രഹാം ടെലിഫോൺ ലൈനിൽ നമ്മളോടൊപ്പം ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം രാഹുൽ ഈശ്വറിലേക്ക്. രാഹുൽ, ഒരു ഭക്തൻ എത്തുന്നത്, ഒരു അയ്യപ്പൻ എത്തുന്നത് അവന്റെ കാമക്രോധാദികളെ പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ടാണ്. പക്ഷേ ആ നിയന്ത്രണങ്ങൾ പോലും അതിര് വിടുന്നു, അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള അവന്റെ കഴിവിനെ പോലും ചോദ്യം ചെയ്യുന്നു ശബരിമലയിലെ ഇന്നത്തെ അവസ്ഥകൾ. ആദ്യം നമ്മുടെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. താങ്കളുടെ നിരീക്ഷണത്തിൽ ആരാണ് ഈ കെടുകാര്യസ്ഥതയ്ക്ക് ഉത്തരവാദി? ദൈവം ഭക്തനെ ഒരുപാട് പരീക്ഷിക്കുമെന്നാണ് പറയുന്നത്. അത് തെറ്റില്ല, ദൈവത്തിന്റെ പരീക്ഷണങ്ങളാണ്. പക്ഷേ ദേവസ്വം ബോർഡ് ഭക്തനെ ഇതുപോലെ പരീക്ഷിക്കുന്നത് ശരിയല്ല. ഒന്ന്. രണ്ട്, മെക്ക കഴിഞ്ഞാൽ, വിശുദ്ധ മെക്ക കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ വാർഷിക തീർത്ഥാടനം ശബരിമലയിലാണെന്നാണ് കണക്ക്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൽ അധികം ജനസംഖ്യയേക്കാൾ കൂടുതൽ തീർത്ഥാടകർ ഇവിടെ വരാറുണ്ട്. ശ്രീരാമൻ അടക്കം പല നമ്മുടെ പൗരാണികമായി ബന്ധപ്പെട്ട ശബരിമലയെ പോലും വിശുദ്ധ സ്ഥലത്തിൽ ഇത്രയും അധികം ജനകോടികൾ വന്നെത്തുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധ മൂലം കുറച്ചുകൂടെ കാര്യക്ഷമമായി അവിടെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസം കാണില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പേരെടുത്ത് വിമർശിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ പലപ്പോഴും അവരോടൊരു നേരിട്ടുള്ള യുദ്ധത്തിന് പോകാൻ കഴിയാത്തത് കൊണ്ടും, പിന്നെ ഒരു കാര്യം മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദൻ സൂചിപ്പിച്ച പോലെ ഒരു കാര്യം വളരെ സത്യമാണ്, വളരെയധികം തീർത്ഥാടകർ വരുന്നു. ഒരുപക്ഷെ നമുക്ക് താങ്ങാനാവുന്നതിലും അധികം തീർത്ഥാടകർ വരുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ചുകൂടെ അധികം തയ്യാറെടുപ്പുകളോട്, കുറച്ചുകൂടെ പ്രിപ്പറേഷനോടുകൂടി അവരെ സ്വീകരിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. അത് ഇപ്രാവശ്യം നടന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ റാന്നി MLA രാജു എബ്രഹാം ടെലിഫോൺ ലൈനിൽ നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ രാജു എബ്രഹാം, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെയധികം തീർത്ഥാടകരാണ് ഇത്തവണ എത്തിയത് എന്നത് യാഥാർത്ഥ്യം. ഒരുപക്ഷെ നമ്മുടെ കണക്കുകൂട്ടലിന് അപ്പുറം, നമ്മളുടെ ആദ്യമേ തയ്യാറെടുപ്പുകളിനപ്പുറം ആരാധകർ ശബരിമലയിൽ എത്തുന്നു. പക്ഷേ അതൊന്നും ഒരു ഒഴിവുകഴിവുകളല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അലംഭാവങ്ങൾക്ക്. സർക്കാരിന്റെ ഒരു മുൻവീക്ഷണമില്ലായ്മ, അല്ലെങ്കിൽ നേരത്തെയുള്ള പ്ലാനിംഗ് ഇല്ലായ്മ, അത് വളരെ വ്യക്തമല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ? അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ശബരിമലയിലെ ഒരുക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഒരു വർഷവും ഉണ്ടാവാത്ത രൂപത്തിൽ ഗവൺമെന്റ്, മുഖ്യമന്ത്രി 2 തവണ, അതുപോലെ തന്നെ വകുപ്പ് മന്ത്രി എല്ലാം ഇടപെട്ടുകൊണ്ട് നിരവധി അവലോകന യോഗങ്ങൾ വളരെ ഫലപ്രദമായ രൂപത്തിൽ നടത്തുകയുണ്ടായി. ഇപ്പൊ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇപ്പോ മെക്കയല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന കേന്ദ്രമാണ്, എല്ലാ വർഷവും വരുന്ന കേന്ദ്രമാണ് ശബരിമല. മെക്കയെക്കാളിലൊക്കെ വളരെ കൂടുതൽ തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്ര ആളുകൾ ഒരുമിച്ചെത്തുമ്പോൾ സ്വാഭാവികമായ കുറെ അസൗകര്യങ്ങൾ ഉണ്ടാവുക യാഥാർത്ഥ്യമാണ്. അത് എല്ലാ വർഷങ്ങളിലും ഉള്ള കാര്യം പോലെ തന്നെ ഈ വർഷം ഉണ്ടാവുന്നു എന്ന പ്രത്യേകത മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ വർഷത്തെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിൽ അവിടെ ഗവൺമെന്റ് തന്നെ ചില പത്രങ്ങളിൽ ചില പരസ്യങ്ങൾ കൊടുത്തു. മകരവിളക്കിന്റെ തിരക്ക് ഒഴിവാക്കാൻ തീർത്ഥാടകർ മണ്ഡലകാലത്ത് കൂടുതൽ ശബരിമലയ്ക്ക് പോകണം എന്നൊരു അഭ്യർത്ഥന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ തീർത്ഥാടകരാണ് ഇപ്പൊ വളരെ കൂടുതൽ, ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാവാത്ത രൂപത്തിൽ മണ്ഡലകാലത്തിലേക്കുള്ള വലിയൊരു ഒഴുക്ക് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വലിയ തിരക്കാണ് ഇപ്പോ അധികമായി വന്നിരിക്കുന്നത്. അപ്പൊ അധികമായി വന്ന തിരക്കിൽ നമുക്ക് നിലവിലുള്ള സംവിധാനങ്ങൾ വഴി മാത്രമേ അതിന്റെ ഒരുക്കങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള
ചില പ്രശ്നങ്ങളാണ് ഇപ്പോ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ശ്രീ രാജീവ് എബ്രഹാം ലൈനിൽ തുടരുക. ശ്രീ രാഹുൽ ഈശ്വർ, അതിനെ തുടർന്നുണ്ടായ ചില ചെറിയ പ്രശ്നങ്ങൾ എന്നാണ് രാജീവ് എബ്രഹാം പറയുന്നത്. അരവണ എന്ന് പറയുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രധാനമാണ് എന്നത് ഒരു ഭക്തന് മാത്രം അറിയാവുന്നത് കാര്യം. ആ വിഷയം കൂടി ചേർത്ത് ചോദിക്കട്ടെ, ചെറിയ പ്രശ്നങ്ങളാണോ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ലോകമാധ്യമങ്ങളുടെ കണക്കുകൾ ഉദ്ധരിച്ചാണ് മെക്ക എന്ന് പറഞ്ഞത്. രാജു എബ്രഹാം സാർ വളരെ അഭിമാനത്തോടെ പറയുകയുണ്ടായി ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല എന്ന്. പക്ഷേ അതിന് വേണ്ട ഒരുക്കങ്ങളാണോ നടന്നത്? രണ്ട്, വരുന്ന ഭക്തന് അയ്യപ്പൻ പണ്ട് ഉദയനെ തോപ്പിച്ച് താങ്കൾ സൂചിപ്പിച്ച പോലെ അവർക്ക് പ്രസാദമായ അരവണ നൽകിയെന്നൊരു ഐതിഹ്യവും ചരിത്രവും ഇതിലുണ്ട്. ഈ ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, എനിക്ക് ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമായി